ഇന്ന് ജൂലൈ 30. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ദിവസമാണ്. വയനാട് ജില്ലയിൽ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. ഒട്ടനവധി ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് ജീവനുകൾ ഇനിയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. എൻ്റെ ഒട്ടേറെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഈ ദുരന്തത്തിൽ എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അവരുടെയൊക്കെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടാകുന്നതിന് വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ്. ജൂലൈ 30 ഒട്ടനവധി പ്രത്യേകതകളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു ദിവസം കൂടിയാണ്. അന്താരാഷ്ട്ര സൗഹൃദ ദിനം. വ്യത്യസ്ത സംസ്കാരങ്ങളും രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലോകസമാധാനത്തിന് സംഭാവന ചെയ്യുന്നതിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആളുകളെ കടത്തുന്നതിനെതിരെയുള്ള ലോക ദിനം കൂടിയാണ്. മനുഷ്യക്കടത്ത് സംബന്ധിച്ച് അവബോധം വളർത്തുന്നതിനും ഈ കുറ്റകൃത്യത്തിനെതിരെ പോരാടുന്നതിനുള്ള ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു ദിവസം കൂടിയാണ്. ലോക സ്നോർക്കലിംഗ് ദിനം. അണ്ടർ വാട്ടർ ജീവന്റെ സൗന്ദര്യത്തിൻ്റെയും സമുദ്ര സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ആഘോഷത്തിൻ്റെ ഒരു ദിനമാണ്. ദേശീയ ചീസ് കേക്ക് ദിനം. US അമേരിക്കൻ പാചക രീതിയിൽ പ്രിയങ്കരമായി മാറിയ സമ്പന്നവും ക്രീം നിറവുമുള്ളതുമായ മധുരപലഹാരം ആസ്വദിക്കാനും അഭിനന്ദിക്കാനുമുള്ള ഒരു ദിവസം. ദേശീയ അമ്മായിയപ്പൻ ദിനം. US കുടുംബജീവിതം സമ്പന്നമാക്കുന്നതിൽ അമ്മായിയപ്പന്മാരുടെ സംഭാവനകളെ അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ്. ദേശീയ പിന്തുണ പൊതുവിദ്യാഭ്യാസ ദിനം. US വ്യക്തികളെ ശാക്തീകരിക്കുന്നതിലും രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് അംഗീകരിക്കാനും പിന്തുണയ്ക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ദേശീയ വിസിൽ ബ്ലോവർ ദിനം. US വഞ്ചന, ദുരുപയോഗം അല്ലെങ്കിൽ പായാക്കൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നവരെ ബഹുമാനിക്കുകയും സഹായിക്കാനുമുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. ജൂലൈ 30 ചില സുപ്രധാന ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലത്: മെഡിക്കെയറും മെഡിക്കെയ്ഡും സ്ഥാപിക്കൽ. 1965 US പ്രസിഡന്റ് ലിൻഡൻ B. ജോൺസൺ മെഡിക്കെയറും മെഡിക്കെയ്ഡും നിയമത്തിൽ ഒപ്പുവെച്ചു. ദശലക്ഷക്കണക്കിന് പ്രായമായവർക്കും താഴ്ന്ന വരുമാനമുള്ള പൗരന്മാർക്കും ആരോഗ്യ സംരക്ഷണ സഹായം നൽകുന്നതിന് ഉറപ്പു നൽകി. അപ്പോളോ 15 മൂൺ ലാൻഡിംഗ്. 1971 നാസയുടെ അപ്പോളോ 15 ദൗത്യം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം. ബഹിരാകാശ യാത്രികരായ ഡേവിഡ് സ്കോട്ടും ജെയിംസ് ഇർവിനും വിപുലമായ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തിയ ദിവസം കൂടിയാണ് ഇന്ന്. ഇംഗ്ലണ്ടിൻ്റെ ഫിഫ വേൾഡ് കപ്പ് വിജയം. 1966 അവസാന മത്സരത്തിൽ പശ്ചിമ ജർമ്മനിയെ 4-2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് അവരുടെ ആദ്യത്തേതും ഏകവുമായ ഫിഫ വേൾഡ് കപ്പ് നേടിയ ദിനം കൂടിയാണ് ഇന്ന്. വാനുവാട്ടുവിൻ്റെ സ്വാതന്ത്ര്യദിനം.